യുദ്ധാനന്തരമുള്ള ശ്രദ്ധേയമായ ഒരു കഥ ഇതാ. യുദ്ധത്തിന്റെ അന്ത്യവും ധൃതരാഷ്ട്രരുടെ ദുഃഖവും. കുരുക്ഷേത്രയുദ്ധം അവസാനിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചുടങ്ങി. പാണ്ഡവർക്ക് വിജയം ലഭിച്ചെങ്കിലും ആ വിജയം ദുഃഖകരമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും എതിർവശത്ത് മരിച്ചുവീണു. യുദ്ധത്തിനുശേഷം പാണ്ഡവരുടെ മൂത്തച്ഛനായ ധൃതരാഷ്ട്രരും അദ്ദേഹത്തിന്റെ ഭാര്യ ഗാന്ധാരിയും ഹസ്തിനപുരിയിൽ തുടർന്നു. അവർക്ക് 100 പുത്രന്മാരെയും ബന്ധുജനങ്ങളെയും നഷ്ടപ്പെട്ടിരുന്നു. യുധിഷ്ഠിരനടക്കമുള്ള പാണ്ഡവർ അവരെ സ്വന്തം മാതാപിതാക്കളെപ്പോലെ ആദരിക്കുകയും പരിചരിക്കുകയും ചെയ്തു. എങ്കിലും പുത്രശോകം ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും അലട്ടി. വനത്തിലേക്കുള്ള യാത്ര. പാണ്ഡവരുടെ സേവനങ്ങൾക്കിടയിലും ധൃതരാഷ്ട്രർക്ക് ഒരു സന്യാസജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഈ ആഗ്രഹം യുധിഷ്ഠിരനോട് അറിയിച്ചു. യുധിഷ്ഠിരന് വിഷമമായെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തിന് സമ്മതം നൽകി. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് 15 വർഷങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും തങ്ങളുടെ ഭൃത്യനായിരുന്ന സഞ്ജയനോടൊപ്പം വനത്തിലേക്ക് യാത്രയായി. അവരുടെ കൂടെ പാതിവൃത്യത്തിന്റെ പ്രതീകമായ കുന്തിയും പാണ്ഡവരുടെ അമ്മ ചേർന്നു. ഭർത്താവിന്റെ ജ്യേഷ്ഠനെ ശുശ്രൂഷിച്ച് വാനപ്രസ്ഥ ജീവിതം നയിക്കാൻ അവർ തീരുമാനിച്ചു. കാട്ടുതീയിലെ അന്ത്യം. വനത്തിൽ ചെന്ന് അവർ കഠിനമായ തപസ്സും വ്രതങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ചു. പലപ്പോഴും പാണ്ഡവർ ഇവരെ കാണാനും അനുഗ്രഹം വാങ്ങാനും വനത്തിൽ പോകുമായിരുന്നു. ഒരു ദിവസം ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും സഞ്ജയനും അടുത്തുള്ള ഒരു പുഴയിൽ കുളിക്കാൻ പോയിരുന്നു. അപ്പോഴാണ് വനത്തിൽ ഭയങ്കരമായ കാട്ടുതീ പടരുന്നത്. തീ അതിവേഗം ഇവരെ ലക്ഷ്യമാക്കി വന്നു. കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രരും കണ്ണുകൾ കെട്ടിയ ഗാന്ധാരിയും വയസ്സായ കുന്തിയും ഓട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. ഇത് തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഈശ്വരന്റെ വിളിയാണെന്ന് അവർ മനസ്സിലാക്കി. എല്ലാ ലൗകിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും യോഗാഗ്നിയിൽ ലയിച്ച് ആ കാട്ടുതീയിലിരുന്നുതന്നെ ജീവൻ വെടിഞ്ഞു. സഞ്ജയൻ മാത്രം അവരുടെ അനുവാദത്തോടെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ സംഭവം പാണ്ഡവരെ അറിയിക്കാൻ ഹസ്തിനപുരിയിലേക്ക് മടങ്ങി. ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കുന്തിക്കും ദുരന്തപൂർണമായ ഒരു അന്ത്യമായിരുന്നു ഇത്. ഈ സംഭവം മഹാഭാരതത്തിലെ ആശ്രമവാസിക പർവ്വത്തിലാണ് വിവരിക്കുന്നത്. യുദ്ധം നൽകിയ ദുഃഖത്തിൽ നിന്നും രക്ഷ നേടാനും ശാശ്വതമായ സമാധാനം കണ്ടെത്താനും അവർ സ്വയം തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ഈ വനവാസം.